കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. കേരളം രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള സംസ്ഥാനമാണ് എന്നാണ് നമ്മൾ അവകാശപ്പെടാറുള്ളത്, അല്ലെങ്കിൽ പൊതുവെ പറയപ്പെടാറുള്ളത്. മറ്റ് സംസ്ഥാനങ്ങളൊക്കെ തന്നെ, അത് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളായാലും മറ്റു സംസ്ഥാനങ്ങളായാലും ഒക്കെ തന്നെ ജാതിയുടെയും മതത്തിന്റെയും അടിസ്ഥാനത്തിലുള്ള വോട്ടിംഗ് ആണ് നടക്കുന്നത്, രാഷ്ട്രീയമാണുള്ളത്. കേരളം മാത്രമാണ് രാഷ്ട്രീയമായ പ്രബുദ്ധതയുള്ളത് എന്ന് നമ്മളെപ്പോഴും പറയുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനെയാണോ എന്ന ചോദ്യമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കേരളത്തിലെ രാഷ്ട്രീയ വിവാദങ്ങൾ അത് നമ്മളെ എത്തിച്ചിരിക്കുന്നത്. CPM പറയുന്നത് UDF അധികാരത്തിൽ വന്നാൽ ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും അധികാരത്തിന്റെ താക്കോൽ കൈയാളുക എന്നാണ്. ലീഗിനെ ഒരു മതേതര പാർട്ടി ആയിട്ടാണ് CPM കണക്കാക്കുന്നത്. പക്ഷെ ജമാഅത്തെ ഇസ്ലാമി മത മൗലികവാദികളാണെന്നാണ് CPM ഇപ്പോൾ പറയുന്നത്. അതിനെ ശരിവെക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ തന്നെ CPM-നകത്തുനിന്ന് CPM-ന്റെ ഔദ്യോഗികമായിട്ടല്ലെങ്കിലുമുള്ള വിമർശനങ്ങൾ വരുന്നത് കാസർഗോഡ്, മലപ്പുറത്ത് ഇവിടെയൊക്കെ തന്നെ ഒരു പ്രത്യേക സമുദായത്തിലുള്ള ആളുകളാണ് ജയിച്ചു വരുന്നത് എന്നുള്ളതാണ്. കണക്കുകൾ എടുത്തു നോക്കിയാൽ അത് ശരിയാണ്. മലപ്പുറത്തെ ജില്ലാ പഞ്ചായത്തിലേക്കുള്ള 33 സീറ്റിൽ മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ ജയിച്ചത് സംവരണ മണ്ഡലത്തിൽ മാത്രമാണ്, അല്ലെങ്കിൽ സംവരണ വാർഡിൽ മാത്രമാണ്. അതേപോലെ തന്നെ കാസർഗോഡ് ജില്ലയിലാണെങ്കിൽ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളൊക്കെ തന്നെ മുസ്ലിങ്ങളെ ജയിപ്പിക്കുന്നു, അല്ലെങ്കിൽ മുസ്ലിം സ്ഥാനാർത്ഥികൾ വരുന്നു. ഇത് ലീഗിന്റെ നേതാക്കൾ പോലും തങ്ങൾ സ്ഥാനാർത്ഥികളെ നിർത്തുന്നത് മുസ്ലിം പാരമ്പര്യത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് അവർ അവകാശപ്പെടുന്നുണ്ട്. കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിലെ തുരുത്തി 16 വാർഡിൽ യൂത്ത് ലീഗ് സംസ്ഥാന ഉപാധ്യക്ഷൻ ആയ അഷ്റഫ് എടനീർ ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രസംഗിച്ചത് എങ്ങനെയാണ്? ഞങ്ങൾ 5 നേരം നിസ്കരിക്കുന്ന ആളുകളാണ്, നോമ്പ് നോൽക്കുന്ന ആളുകളാണ്. ഞങ്ങൾ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോൾ അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട്, മുറുകെ പിടിച്ചുകൊണ്ട് ആണ് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നത്. ആ അർത്ഥത്തിൽ നിങ്ങൾ വളരെ ഭാഗ്യവാന്മാരാണ്. നിങ്ങൾ വളരെ ഭാഗ്യവാന്മാരാണ് ഷാഹിനിയെ പോലെ ഒരു യുവതിയെ ഈ വാർഡിന് സേവിക്കാൻ കിട്ടിയതിൽ. ഇപ്പൊ കാസർഗോഡ് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിലൊക്കെ തന്നെ ഇങ്ങനെയാണ് വരുന്നത്. ഇത് മലപ്പുറത്തെത്തുന്ന സമയത്ത് മറ്റൊരു രീതിയിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഇത് കേരളത്തിന്റെ ഒരു അവസ്ഥയാണ്. കേരളത്തിലെ നമ്മൾ ഒരു ഭാഗത്ത് നമ്മൾ രാഷ്ട്രീയം പറയുന്നു, മറുഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് ജാതിമത രാഷ്ട്രീയ കക്ഷികൾക്ക് കേരളത്തിൽ ഉള്ള സ്വാധീനമാണ്, അല്ലെങ്കിൽ ജാതിമത ശക്തികൾക്ക് രാഷ്ട്രീയത്തെ സ്വാധീനിക്കാൻ കഴിയുന്നതാണ്. കോൺഗ്രസിന്റെ നേതാവ്, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, അദ്ദേഹം ആദ്യമൊക്കെ പറഞ്ഞത് ഞാൻ ഒരു ജാതി സംഘടനയുടെയും മതസംഘടനയുടെയും തിണ്ണ നിരങ്ങാൻ പോവില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ അദ്ദേഹം പറഞ്ഞു ഞാൻ സ്ഥിരമായിട്ട് തിണ്ണ നിരങ്ങാൻ പോകുന്നുണ്ട്, 1.5 മണിക്കൂർ ചെലവഴിക്കാറുണ്ട്, ആ സഭയിൽ പോവാറുണ്ട്, ഈ സഭയിൽ പോവാറുണ്ട്, മുസ്ലിം ആളുകളുടെ അടുത്ത് പോവാറുണ്ട്, പാണക്കാട് തങ്ങളുടെ അടുത്ത് പോവാറുണ്ട്, NSSന്റെ അടുത്ത് പോവാറുണ്ട്, SNDPയുടെ അടുത്ത് പോവാറുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ നേരത്തെ പറഞ്ഞിരുന്ന ആളുകൾ തന്നെയാണ് ഇതൊക്കെ മാറ്റി പറയുന്നത്. അപ്പൊ കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഇങ്ങനെയുള്ള ജാതി മത സംഘടനകളെ പിണക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് വ്യക്തമാണ്. അതിൽ ഏറ്റവും അധികം അതിന്റെ ഗുണം കിട്ടിയിരിക്കുന്നത് UDF-നാണ്. കാരണം കേരളത്തിൽ ക്രിസ്ത്യൻ മത താല്പര്യങ്ങളെ സംരക്ഷിക്കുന്ന പാർട്ടിയാണ് കേരള കോൺഗ്രസ്. അതേപോലെ തന്നെ കോൺഗ്രസും ഏതാണ്ട് അതേപോലെ തന്നെയാണ്. മറുഭാഗത്ത് മുസ്ലിം ലീഗിന് താല്പര്യം മുസ്ലിം താല്പര്യമാണ്. മുസ്ലിം ലീഗിന്റെ നേതാവ് KM ഷാജി തന്നെ പറഞ്ഞത് മതമാണ് ഞങ്ങളുടെ താല്പര്യം എന്നാണ് പറഞ്ഞത്. ഞങ്ങൾക്ക് മതത്തിന്റെ സ്ഥാപനങ്ങൾക്ക് ഒക്കെ അംഗീകാരം കിട്ടുക, സീറ്റ് കിട്ടുക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട പ്രശ്നം. വ്യക്തിപരമായ നേട്ടത്തെക്കാൾ ഉപരി മതത്തിന് വേണ്ടിയാണ് തങ്ങൾ നിലകൊള്ളുന്നത് എന്നാണ് മുസ്ലിം ലീഗിലെ പുരോഗമനവാദി എന്നറിയപ്പെടുന്ന KM ഷാജി പോലും പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതാണ് കേരളത്തിലെ അവസ്ഥ. ഇതിനെ ചോദ്യം ചെയ്യുന്ന ആളുകളൊക്കെ വർഗീയവാദിയാക്കാണ് ചെയ്യുന്നത്. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹം പറഞ്ഞത് മലപ്പുറത്ത് ഞങ്ങൾക്ക് സ്കൂൾ കിട്ടുന്നില്ല, അവിടെ മുഴുവൻ UDF-നാണ് കൊടുക്കുന്നത്. മുസ്ലിം ലീഗ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ വിദ്യാഭ്യാസ വകുപ്പ്, UDF അധികാരത്തിൽ വന്നാൽ വിദ്യാഭ്യാസ വകുപ്പ് മുസ്ലിം ലീഗിന് കൊടുക്കും. അപ്പം മുസ്ലിം താല്പര്യ സംരക്ഷണത്തിന് വേണ്ടി മുസ്ലിം ലീഗിലെ അല്ലെങ്കിൽ മുസ്ലിം മതവിഭാഗത്തിലെ പല അവാന്തര വിഭാഗങ്ങൾക്ക് അവർക്ക് വേണ്ടിയുള്ള ഒരു സംരക്ഷണ കവചം ഒരുക്കിയാണ് മുസ്ലിം ചെയ്യുന്നത്. മറ്റുള്ളവർക്ക് സ്കൂൾ കൊടുക്കുന്നില്ല, NSSന് കിട്ടുന്നില്ല, SNDP കിട്ടുന്നില്ല, മറിച്ച് മുസ്ലിങ്ങൾക്ക് മാത്രം കിട്ടുന്നു. ഇത് പ്രാദേശികമായ സ്കൂളുകൾ നൽകുന്നതിൽ മാത്രമല്ല അന്തർദേശീയ വിഷയങ്ങളിൽ പോലും മുസ്ലിം താല്പര്യമാണ് ഞങ്ങൾ സംരക്ഷിക്കുന്നത് എന്നാണ് ലീഗ് പറയുന്നത്. ലീഗിന്റെ നേതാവ് പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അദ്ദേഹം ഒരു ലേഖനം എഴുതി. ആ ലേഖനം എന്ന് പറയുന്നത് തുർക്കിയിലെ ഹാഗിയ സോഫിയ പള്ളി, ആ ഹാഗിയ സോഫിയ പള്ളി 16-ാം നൂറ്റാണ്ടിലൊക്കെ ഒരു ക്രിസ്ത്യൻ
ദേവാലയമായിരുന്നു. പിന്നീട് അത് ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ കാലത്ത് അത് പിടിച്ചെടുത്ത് അതൊരു മുസ്ലിം പള്ളിയാക്കിയതാണ്. കുറെ കാലത്തിന് ശേഷം അതൊരു സ്മാരകമാക്കി മാറ്റി. ആ മ്യൂസിയം വീണ്ടും മുസ്ലിം പള്ളിയാക്കിയ സമയത്ത് അതിനെതിരെയൊക്കെ പ്രതിഷേധമുണ്ടായിരുന്നു. ആ സമയത്ത് കേരളവുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഈ സ്ഥലത്തെക്കുറിച്ച് ലേഖനം എഴുതി അതിനെ പ്രകോപിപ്പിക്കുകയാണ് ആര് ചെയ്തത്? പാണക്കാട് തങ്ങൾ ചെയ്തത്. അപ്പൊ അങ്ങനെയുള്ളൊരു താല്പര്യം വെച്ച് പുലർത്തുന്ന പാർട്ടിയാണ് മുസ്ലിം ലീഗ്. ആ മുസ്ലിം ലീഗ് ആണ് ഇപ്പോ കേരളം ഭരിക്കാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് CPM പറയുന്നു, മുസ്ലിം ലീഗ് അധികാരത്തിൽ വന്നാൽ, UDF അധികാരത്തിൽ വന്നാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ താല്പര്യമായിട്ടും സംരക്ഷിക്കാൻ പോവാന്നാ പറയുന്നത്. പക്ഷെ ഈ എതിർക്കുന്ന CPM ആകട്ടെ, ഇവരും മുസ്ലിം താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം നിലകൊണ്ട ആളുകളാണ്. 1967 EMS നമ്പൂതിരിപ്പാടിന്റെ ഗവൺമെന്റ് ആണ് മലപ്പുറം ജില്ല അനുവദിച്ചു കൊടുത്തത്. പിന്നീട് അവർക്ക് തന്നെ തോന്നിയിട്ടുണ്ട് അത് പൂർണ്ണമായും ശരിയായില്ല, അതൊരു മത താല്പര്യത്തിന് വേണ്ടിയായിരുന്നു എന്ന്. അല്ലെങ്കിൽ കേരളത്തിൽ വികസന താല്പര്യത്തിന് വേണ്ടിയാണ് ജില്ല രൂപീകരിക്കുന്നതെങ്കിൽ കേരളത്തിനെ മൊത്തം പരിശോധിച്ച ശേഷം ഇവർക്ക് ജില്ല രൂപീകരിക്കാമായിരുന്നു. പത്തനംതിട്ട ജില്ല അതിനുശേഷമാണ് വന്നത്, കാസർഗോഡ് ജില്ല അതിനുശേഷമാണ് വന്നത്. അപ്പം ആദ്യം തന്നെ നിങ്ങൾക്ക് അങ്ങനെ വികസനത്തിന്റെ അടിസ്ഥാനത്തിൽ ജില്ല രൂപീകരിക്കാമായിരുന്നു. നിങ്ങൾ മതപരമായ ആവശ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജില്ല രൂപീകരിച്ചത്. അതേപോലെ തന്നെ മാപ്പിള ലഹളക്കാലത്ത് ഏറ്റവും വലിയ ക്രൂരതകൾ നടന്ന സംസ്ഥാനമാണ് കേരളം. ഖിലാഫത്ത് മൂവ്മെന്റ് ഭാഗത്ത് സമയത്ത് ഹിന്ദുക്കൾക്ക് നേരെ വ്യാപകമായ അക്രമങ്ങൾ നടന്നു. നിരവധി പേരെ കൊന്നു, നിരവധി പേരെ മാനഭംഗപ്പെടുത്തി, നിരവധി പേരെ മതപരിവർത്തനം ചെയ്തു. പക്ഷെ ഇതിനെയൊക്കെ മറച്ചു പിടിച്ചുകൊണ്ട് ഇതൊരു സ്വാതന്ത്ര്യ സമരമാണെന്ന് വരുത്തി തീർക്കുക. അതായത് മുസ്ലിം വോട്ട് കിട്ടാനുള്ള ഒരു അടവായിരുന്നു ആര് നടത്തിയിരുന്നത്? CPM നടത്തിയിരുന്നത്. CPMന്റെ ദേശാഭിമാനി പത്രത്തിൽ തന്നെ മദനിയെ ഇന്ത്യയുടെ മതഭീകരവാദത്തിന്റെ കോർഡിനേറ്റർ ആയിട്ടാണ് അവര് വിശേഷിപ്പിച്ചത്. പക്ഷെ അതേ മദനിയെ 2009 എന്തു ചെയ്തു? CPM പിണറായി വിജയനൊക്കെ ഒരുമിച്ചിരുന്ന് മദനിയെ മുമ്പിൽ നിർത്തിയിട്ടാണ് അവർ തെരഞ്ഞെടുപ്പ് നടത്തിയത്. നിയമസഭ മദനിക്ക് വേണ്ടി സംയുക്തമായ പ്രമേയം പാസാക്കി. അതായത് മതഭീകരരുടെ കോർഡിനേറ്റർ എന്ന് ദേശാഭിമാനി തന്നെ വിശേഷിപ്പിച്ച ആളെയാണ് അവർ ചെയ്തത്, ഉയർത്തിക്കൊണ്ടുവന്നത്. എന്തിനു വേണ്ടിയാണത്? അത് മുസ്ലിം വോട്ടിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പൊ മുസ്ലിം വോട്ടിന് വേണ്ടിയിട്ട് ഇതേ ജമാഅത്തെ ഇസ്ലാമി, ഇപ്പൊ അവർ ഭീകരവാദികളെന്ന് വിശേഷിപ്പിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയാണ് CPMനെ പിന്തുണച്ചത്. അന്ന് ഞങ്ങൾക്ക് വോട്ട് വേണ്ട എന്നവർ പറഞ്ഞില്ല. അപ്പം ഇതാണ് ഇന്ത്യയിലെ രാഷ്ട്രീയ പശ്ചാത്തലം. ആരും പഴയകാല ചരിത്രങ്ങളിൽ എടുത്തു നോക്കി ആരും വിമർശിക്കാൻ പോയില്ല. മുസ്ലിം ലീഗ് പറയുന്നത് ഞങ്ങൾ പഴയ മുസ്ലിം ലീഗ് അല്ലെന്നാണ് പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ 1947 സ്വാതന്ത്ര്യത്തിന് തൊട്ടു മുമ്പ് ഇന്ത്യയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിലൊക്കെ തന്നെ മുസ്ലിം സീറ്റിൽ അവിടെ ലീഗാണ് വിജയിച്ചിരുന്നത്. കാരണം അന്ന് ലീഗിന്റെ പ്രധാനപ്പെട്ട അജണ്ട പാകിസ്ഥാൻ വാദമായിരുന്നു. പാകിസ്ഥാൻ വേണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് മുസ്ലിം ലീഗ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അന്ന് 87% മുസ്ലിങ്ങളും പാകിസ്ഥാന് വേണ്ടിയാണ് വോട്ട് ചെയ്തത്. ഉത്തർപ്രദേശിലെ മുസ്ലിം റിസർവ്ഡ് സീറ്റിൽ 66 മുസ്ലിം 54 മുസ്ലിം ലീഗാണ് ജയിച്ചത്. ബീഹാറിലെ മുസ്ലിം റിസർവ്ഡ് സീറ്റിൽ 40 34 മുസ്ലിം ലീഗാണ് ജയിച്ചത്. സെൻട്രൽ പ്രോവിൻസിലെ 14 സീറ്റിൽ 13 ലീഗാണ് ജയിച്ചത്. മുംബൈയിലെ 30 സീറ്റിൽ 30 മുസ്ലിം ലീഗാണ് ജയിച്ചത്. അതായത് വിഭജനം ആവശ്യപ്പെട്ട ലീഗ്. മുംബൈയിലെ 30 സീറ്റിൽ 30, മദ്രാസിലെ 29 സീറ്റിൽ 29, അസമിലെ 34 സീറ്റിൽ 31, ഒറീസയിലെ 4 സീറ്റിൽ 4, പഞ്ചാബിലെ 86 സീറ്റിൽ 75 സീറ്റിലും ആരാണ് ജയിച്ചത്? മുസ്ലിം ലീഗാണ് ജയിച്ചത്. ബംഗാളിലെ 119 സീറ്റിൽ 114 മുസ്ലിം ലീഗാണ് ജയിച്ചത്. എന്നാൽ ഇത്രയധികം പിന്തുണ മുസ്ലിം ലീഗിന് കിട്ടാതിരുന്നത് പാകിസ്ഥാനിൽ ഉണ്ടായിരുന്ന സ്ഥലങ്ങളിലാണ്. അതായത് നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ പ്രോവിൻസിൽ 36 സീറ്റിൽ 17 സീറ്റിൽ മാത്രമാണ് മുസ്ലിം ലീഗ് ജയിച്ചത്. സിന്ധിൽ 34 സീറ്റിൽ 28 സീറ്റിലാണ് ജയിച്ചത്. അപ്പൊ പാകിസ്ഥാന്റെ മനോഭാവമുള്ള ആളുകളാണ് ഇന്ത്യയിൽ അവശേഷിച്ചിരുന്ന മുസ്ലിങ്ങൾ. പക്ഷെ അവരെ ആരും അതിന്റെ പേരിൽ ആരും കുറ്റപ്പെടുത്തിയില്ല. കാരണം അവരുടെ മക്കളും മക്കളുടെ മക്കളും മക്കളുടെ മക്കളൊക്കെ ആയി. പക്ഷെ അവരെ വീണ്ടും വർഗീയവാദികളാക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ മുസ്ലിം ലീഗിനെ പോലത്തെ സംഘടനകളും അവരെ പിന്തുണച്ചുകൊണ്ട് കോൺഗ്രസും നടത്തുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തുകൊണ്ടാണ് മുസ്ലിം പ്രീണനം നടത്തുന്നത്? വോട്ട് ബാങ്കിനെ കണക്കാക്കിയാണ് മുസ്ലിം പ്രീണനം നടത്തുന്നത്. ആ പ്രീണനത്തിൽ മത്സരിക്കുകയാണ് ആര് ചെയ്യുന്നത്? CPMഉം കോൺഗ്രസും ചെയ്യുന്നത്. 2016 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് ജയിക്കാൻ കഴിഞ്ഞത് മുസ്ലിം വോട്ട് കിട്ടിയത് കൊണ്ടാണ്. ഇത്തവണ അവർക്ക് മനസ്സിലായി ഇനി അവർക്ക് മുസ്ലിം വോട്ട് കിട്ടാൻ കഴിയില്ല. അതുകൊണ്ട് അവർ പരസ്യമായിട്ട് മുസ്ലിം വിരുദ്ധത പ്രകടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആ മുസ്ലിം വിരുദ്ധതയിലൂടെ ഹിന്ദു വോട്ട് സംഘടിപ്പിക്കാൻ കഴിയുമോ എന്നാണ് ഇപ്പോൾ CPM ശ്രമിക്കുന്നത്. അതുകൊണ്ട് CPMഉം അതുപോലെ തന്നെ കോൺഗ്രസും അവർ
ഏതൊരു കേരളമാണോ പ്രബുദ്ധ കേരളം എന്ന് പറയുന്നത്, ആ പ്രബുദ്ധ കേരളത്തെ വർഗീയ കേരളമാക്കി മാറ്റാൻ ശ്രമിക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം.